കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നാട്ടുകാർ നടത്തിയ വഴിതടയൽ സമരം അവസാനിച്ചു. വനമന്ത്രി ഷിബു ബേബി ജോൺ എംഎൽഎ സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. മോഹനെ കൊലപ്പെടുത്തിയ ആനയെ റീലൊക്കേറ്റ് ചെയ്യും, ഫെൻസിംഗ് തകരാറ് പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈയൊരു വഴിതടയൽ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും ഈ വഴിതടയൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ നിരന്തരം ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ ഒരു പരിഹാരം വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ നാട്ടുകാർ? തീർച്ചയായും അത്തരം ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും 10 മണിയോട് ആരംഭിച്ച വഴിതടയൽ 1.5 മണിക്കൂർ നേരം പിന്നിട്ടതിന് ശേഷമാണ് ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫുമായി വനമന്ത്രി ഷിബു ബേബി ജോണും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോണിൽ ചർച്ച നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ഈ മോഹനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ അവിടെ നിന്നും റീലൊക്കേറ്റ് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഫെൻസിങ്ങിന് തകരാറുകളുണ്ട്. ആ തകരാറുകൾ ഉടൻ പരിഹരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി ചാലക്കുടിയിൽ വെച്ച് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരും. ഈ യോഗത്തിൽ പ്രദേശവാസികളുടെ അവരുടെ ആവശ്യങ്ങൾ മന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കും. അത്തരം കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാം എന്നുള്ളൊരു ഉറപ്പ് ഫോൺ മുഖേന ചാലക്കുടി എംഎൽഎക്ക് ലഭിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സമരം അവസാനിപ്പിച്ചതോടെ ഇരുവശത്തും നിരവധി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വാഹനം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും സമരം അവസാനിപ്പിച്ചു താൽക്കാലികമായിട്ടെങ്കിലും. എന്തായാലും 1-ാം തീയതി ചർച്ചയുണ്ട്. ചർച്ചയിൽ നാട്ടുകാർക്ക് അനുകൂലമായ തീരുമാനം വനമന്ത്രിയുടെയും വനംവകുപ്പിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും മരണപ്പെട്ട മോഹനന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുന്നുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മേഖലയിൽ നേരത്തെ അവിടുത്തെ എംഎൽഎ തന്നെ ഉന്നയിച്ച പോലെ വനംവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഗുരുതരമായി നിലനിൽക്കുന്നത്. ഫെൻസിങ് കൃത്യമായി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാടിൽ നിന്നും ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അത് ശാശ്വതമായി പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉന്നയിച്ചാണ് എംഎൽഎയുടെ നേതൃത്വത്തിലും അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും ഉൾപ്പെടെയുള്ള നാട്ടുകാർ സമരസമിതി വഴിതടയൽ സമരം നടത്തിയത്. എന്തായാലും അതിനുള്ള പരിഹാരം ഈ 1-ാം തീയതി ചാലക്കുടിയിൽ നടക്കുന്ന യോഗത്തിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്. ശരി, എന്തായാലും കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നാട്ടുകാർ നടത്തിയ വഴിതടയൽ സമരം എന്തായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. വനമന്ത്രി ഷിബു ബേബി ജോൺ എംഎൽഎ ആയ സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. മോഹനെ കൊലപ്പെടുത്തിയ ആനയെ റീലൊക്കേറ്റ് ചെയ്യും, ഫെൻസിംഗ് തകരാറ് പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു വഴിതടയൽ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.